ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം ഇന്ന് ഞാൻ നമ്മുടെ വീടിൻ്റെ ബാക്കിലാട്ടോ നമ്മുടെ വാഴക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇരുന്നിട്ടാണ്. നല്ല വെയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ പോകണ്ട, ഇവിടെ ഇരുന്ന് എടുക്കാമെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമ്മുടെ എന്താ പറയുക, പിഗ്മെൻറ്റേഷൻ പെർമനൻ്റ് ആയിട്ട് മാറാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റിൻ്റെ അതിൻ്റെ ഏറ്റവും നല്ലൊരു ഫേസ് പാക്കാണ് കാണിക്കണം കേട്ടോ. നമ്മളൊരു 2-3 കൊല്ലം മുന്നേ അതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടൊരു ഫേസ് പാക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മിക്ക ഈ സ്കിൻ ബ്രൈറ്റനിങ് എന്താ പറയുക ക്രീമുകളിലും സിറങ്ങളിലും ഒക്കെ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് അറിയോ, നമ്മുടെ സിറങ്ങളിലും ഉണ്ട്. കാരണം ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യിക്കും. നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷനൊക്കെ ലൈറ്റനായി, അതുപോലെ ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ ലൈറ്റനാവും. ഇത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് നല്ല റിസൾട്ടും തരും, നല്ല ബ്രൈറ്റനിങ്ങും തരും. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ആണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് കേട്ടോ. നമുക്ക് ആദ്യം വേണ്ടത് ഒരു പകുതി പീസ്, ചെറിയൊരു ഉരുളക്കിഴങ്ങിന്റെ പകുതി പീസ് എടുക്കുക കേട്ടോ. അതാ ഇത്രയും മതി. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കൂ കേട്ടോ. എന്നാലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക, പെട്ടെന്ന് റിസൾട്ട് കാണുകയും ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട, ജസ്റ്റ് ഉരുളക്കിഴങ്ങ് നമ്മൾ ചെറിയ പീസാക്കി മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനാക്കി അരച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇരട്ടി മധുരമാണ്. ഇത് നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ, ഇരട്ടി മധുരം പ്ലസ് ഉരുളക്കിഴങ്ങ്. അപ്പം ഞാനിപ്പോൾ ഓൺലൈനിൽ മേടിക്കുമ്പോൾ ഞാൻ കൂടുതൽ ട്രൈ ചെയ്തിട്ടുള്ള ബ്രാൻഡ് അൽപ്സ് ഗുഡ്നസിന്റെ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്കിപ്പോൾ അങ്ങാടി ഷോപ്പിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി മധുരം പൊടിച്ച് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊരു ടീസ്പൂൺ എടുക്കുക, ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റും, ഫേസിലും യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ PCOD വന്നിട്ട് നമ്മുടെ നെക്കൊക്കെ ഭയങ്കര ഡാർക്കാണ്, നമ്മുടെ എന്താ പറയുക തുടയെടുക്കൊക്കെ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുക, മുട്ട്, അതുപോലെ തന്നെ കൈമടക്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാവിടെയും നമുക്ക് നന്നായിട്ട് ലൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും ഈ പാക്ക് നമ്മളെ സഹായിക്കും. അപ്പം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയൊരു കൺസിസ്റ്റൻസി, ആ ഒരു ഫേസ് പാക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഇട്ട് കാണിക്കാം. ഇത് നമുക്ക് നല്ല റിസൾട്ടാണ്, പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. നമ്മുടെ ഫേസിൽ ഇവിടെയൊക്കെ വരുന്ന കരിമങ്കലില്ലേ, അതിനൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പക്ഷെ നമ്മളിത് എപ്പോഴും ഫ്രഷ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ആ ഒരു ഐഡിയ റിസൾട്ട് നമുക്ക് കുറയ്ക്കും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ആണ്, പെട്ടെന്ന് തന്നെ ഡാർക്ക് ആവും, അതിൻ്റെ ആ ഒരു നല്ല ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഇരട്ടി മധുരം പൗഡർ നമുക്കിപ്പോൾ എല്ലാ അങ്ങാടി ഷോപ്പിലും കിട്ടും. അതേപോലെ തന്നെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ നമുക്ക് മിക്കത് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ലിങ്ക് ഇവിടെ കിട്ടും, നമുക്ക് കാണും, അല്ലെങ്കിൽ താഴെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഫേസ് പാക്ക് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇടാം. നമ്മുടെ സ്കിൻ ടോണിന് നല്ലൊരു ട്രാൻസ്ഫർമേഷൻ തരാൻ പറ്റുന്ന നല്ലൊരു പാക്കാട്ടോ. ഇത് ഈസി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്, പക്ഷെ നല്ല ഇഫക്റ്റീവ് ആണ്. ഇരട്ടി മധുരം നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷനെ കുറച്ചിട്ട് സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ആക്കാനും, അതുപോലെ തന്നെ പൊട്ടറ്റോ ആണെങ്കിലും സെയിം നമുക്ക് ആ ഒരു ഇഫക്റ്റ് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സിമ്പിളും ആണ്, വളരെ കുറേ അധികം ഇൻഗ്രീഡിയൻസുകളൊന്നും ആവശ്യമില്ല, പക്ഷെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ ഇതിൽ കാണാൻ പറ്റും. ഇത് നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം, ഓൾസോ നമുക്ക് നെക്കിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഫേസിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് നമ്മുടെ ഫുൾ ബോഡി നമുക്കൊരു പാക്കായിട്ട് ഒരു 1 വീക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പൊ നമുക്ക് വിസിബിൾ ആയിട്ട് നമുക്ക് ആ ഒരു ചേഞ്ച് ഒക്കെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നെക്കിലും ബ്ലാക്ക്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ അതേ ഫേസിൽ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ ആയിട്ടിരിക്കണം നമ്മൾ എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇരട്ടി മധുരം പൗഡറൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് നമ്മുടെ രാത്രി കിടക്കണൊക്കെ കുറച്ച് മുന്നായിട്ട് നമുക്കിത് ഇട്ടിട്ട് ബാക്കി നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെയാണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് പിമ്പിൾസ് ഒന്നും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 ഡ്രോപ്പ് നമ്മുടെ എന്താ പറയുക കുങ്കുമാതി തൈലല്ലേ, കുങ്കുമാതി ലേപം, കുങ്കുമാതി തൈലം എന്നൊക്കെ പറയും, തൈലാണ്. അത് നമുക്ക് എടുത്തിട്ട് ഒരു 2-3 ഡ്രോപ്പ് ഇത് കഴുകിയതിന് ശേഷം നമുക്ക് ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ എവിടെയാണോ ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ, അതായത് നമുക്ക് പിഗ്മെന്റേഷൻ മീൻസ് നമുക്ക് കരിമങ്കലും പോലത്തെ ഈ ഒരു ഏരിയയിലൊക്കെ വരും. ഡൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഡൈ ചെയ്യണം നിങ്ങൾക്ക് നരയ്ക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നവർ ഒരിക്കലും ഡൈ ചെയ്യരുത്. കാരണം ഡൈ നമുക്ക് നിങ്ങൾ മൈലാഞ്ചിലയും അതുപോലെ തന്നെ നമ്മുടെ നീലമരിയുടെ ഇലയൊക്കെ വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യൂ. എന്താണെന്ന് വെച്ചാൽ ഈ ഡൈ നമ്മുടെ ഫേസിൽ പിഗ്മെന്റേഷൻ പെട്ടെന്ന് വരും. അത് ഭയങ്കര കുറേ പേരിൽ ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ. ഡൈ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈ ചെയ്യാൻ വിചാരിക്കുന്നവരും ഈ ഡൈ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മൾ നിലാസർബ്സിൻ്റെ ഡൈ മീൻസ് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങളില്ലാണ്ട് ഹെർബൽ ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് ഇറങ്ങുന്നുണ്ട്. അത് അതിൻ്റെ എന്താ പറയുക
ആലപ്പുഴയിലാണ്. അപ്പോൾ എന്തായാലും നമുക്കത് പറയാം പിന്നീട് നമ്മുടെ വീഡിയോയിലൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു കുങ്കുമാതി തൈലം 2-3 ഡ്രോപ്പ് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അവർക്കാകുമ്പോൾ സ്കിന്നിന് കുറച്ചും കൂടി ഗ്ലോയും അതുപോലെ തന്നെ ആ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആയിട്ടൊക്കെ ഇരിക്കും. കുങ്കുമാതി തൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ 2-3 ഡ്രോപ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തെല്ലാം ഇട്ട് കൊടുക്കുക, കിടന്നുറങ്ങുക. പിറ്റേ ദിവസം നമ്മൾ നോർമൽ ഫേസ് വാഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുക. അതാട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കഴുകാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യാം കേട്ടോ, ജസ്റ്റ് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ആഴ്ചയിൽ ഒരു 3-4 തവണ ചെയ്യാം. നമ്മുടെ പിഗ്മെൻറ്റേഷൻ നല്ല രീതിക്ക് തന്നെ കുറയും. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ കുറച്ച് അധികമാണെങ്കിൽ നമുക്ക് എന്നും ചെയ്യാം. എന്നിട്ട് നമുക്കത് കുറഞ്ഞ് വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കുന്നതിൻ്റെ അളവും കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഞാനിപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ പൈപ്പ് ഉണ്ട്, നമുക്ക് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കഴുകാം. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി കുങ്കുമാതി തൈലം നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കണമെന്നൊക്കെ ഉണ്ട്, പ്ലാൻ ഉണ്ട്. പക്ഷെ നിങ്ങൾക്കത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത്, അതിന്റെ പല തരത്തിലുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോർട്ടായിട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും കുറെ പേര് ചോദിക്കലുണ്ട്. അപ്പോൾ ഞാനും ട്രൈ ചെയ്തിരുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്, പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഞാൻ അതിന്റെ എനിക്ക് ഏറ്റവും കിട്ടിയിട്ടുള്ള നല്ല ഗുണങ്ങൾ ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാട്ടോ. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഒപ്പം തന്നെ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ വളരെ അസലായിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. പിന്നെ പാല്, തൈര്, അങ്ങനത്തെ സാധനമൊന്നും വേണ്ട. പലർക്കും അത് അലർജി ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസും അതുപോലെ തന്നെ ഫുൾ ബോഡിയും ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ അടിച്ച് നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ ഭയങ്കരമായിട്ട് ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തെടുക്കണ ഒരു പാക്കാണ്. നമുക്ക് ആ ഒരു നല്ലൊരു ട്രാൻസ്ഫർമേഷൻ നമ്മുടെ സ്കിന്നിനും സ്കിൻ ടോണിനും കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എൻ്റെ ചുണ്ടുമ്മി കഴിയട്ടെ, ചുണ്ടുമ്പ് നല്ല മധുരം, ഇരട്ടി മധുരം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവുകയും ചെയ്യും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴേ. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് കുറച്ച് ഏജ്ഡ് ആയവർക്കാണും, അല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്കിന്ന് ശ്രദ്ധിക്കാതെ നമ്മൾ വെയിലത്തൊക്കെ നടന്ന് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിൻ ടോണൊക്കെ ഷെയ്ഡൊക്കെ ഭയങ്കരമായിട്ട് ഡാർക്കായി പോയവർക്കൊക്കെ ഭയങ്കര നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു 1 മന്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ജസ്റ്റ് നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ടൊക്കെ ഒന്നും കിട്ടുന്നില്ല, കാരണം ഇത് പെർമനന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് ചെയ്യുമ്പോഴാണ് നമുക്കത് നല്ല രീതിക്ക് തന്നെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ മാറ്റങ്ങൾ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.